സാക് ടീം ഇന്ന് നിൽക്കുന്നത് വെഞ്ഞാറമൂട് പിച്ചു അമ്മാളുടെ കടയുടെ മുന്നിലാണ്. പിച്ചു അമ്മാളും അഭിരാമി, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിരാമി മാത്രമാണ് ഈ വീട്ടിലുള്ളത്. അഭിരാമി പഠിക്കുന്നത് ആലന്തറ സ്കൂളിലാണ്, 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്നും ഈ വഴിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് സ്കൂളിലേക്ക് പോകാനായി. എന്നാൽ ഇന്ന് ഒരു സംഭവം ഉണ്ടായി. അതിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം പിച്ചു അമ്മാളിനോട്. പിച്ചു അമ്മാളും അഭിരാമിയും മാത്രമുള്ള അവരുടെ കുഞ്ഞു ജീവിതത്തിൽ ഡ്രൈവർ കുട്ടിയെ പിടിച്ച് തള്ളി എന്നുള്ള കാഴ്ച പിച്ചു അമ്മാളിനെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമാണ്, കുറ്റകരവുമാണ്. ആലന്തറ സ്കൂളിനെ സംബന്ധിച്ച് ഇത് രണ്ടാമത്തെ വലിയ വിഷയമാണ്. പണ്ടൊരിക്കൽ ആലന്തറ സ്കൂളിൽ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ആ കുട്ടിയെ സ്കൂൾ അധികൃതർ ആരും തന്നെ ആശുപത്രിയിൽ എത്തിക്കാത്തതും വലിയ ചർച്ചയായ കാര്യമാണ്. ഇപ്പോഴിതാ ഈ സംഭവം, കുട്ടിയെ കയറ്റാതെ സ്കൂൾ ബസ് പോകുന്നതും. മോളത് എന്തോ പറഞ്ഞത്? സീറ്റിരിക്കാൻ പോയപ്പോ എന്നെ തള്ളി. എന്നിട്ട് ബസ് മാമി പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. നിന്ന് വന്നാ മതി എന്ന് പറഞ്ഞോ? നിന്ന് വന്നാ മതി എന്ന് പറഞ്ഞു. ശരി 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 മോളെ. 3 വർഷം കൊണ്ട് ഇവിടെയാണ് സ്റ്റോപ്പ് വണ്ടി നിർത്തണത്. ഇന്ന് 2 മാസം കൊണ്ട് എൻ്റെ മോള് വണ്ടി 2 മാസം വരെ ആ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് ഇരിക്കാൻ പോയപ്പോൾ ആയ പറഞ്ഞു ഫ്രണ്ട് ഇരിക്കണ്ട ബാക്കി ഇരിയെന്ന് പറഞ്ഞു. ബാക്കി ഇരിക്കാവുന്നപ്പോഴത്തേക്ക് ഞാൻ പിറ്റേന്ന് എൻ്റെ മോളെ ചോദിച്ചു, മക്കളെന്ത് ഫ്രണ്ട് ഇരിക്കാത്ത? അത് മാമി അറിഞ്ഞ് ബാക്കി ഇരുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എവിടെയെങ്കിലും ഇരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ വണ്ടി കയറാൻ കൊച്ചിനെ ആക്കിയപ്പോഴത്തേക്ക് കൊച്ചു ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പോയപ്പോൾ ഡ്രൈവർ വയറ്റിൽ പിടിച്ച് തള്ളി, ബാക്കിൽ ഇരുന്ന് പറഞ്ഞു വയറ്റിൽ പിടിച്ച് തള്ളി. അത് ഞാൻ വണ്ടി അങ്ങ് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ കൈ കാണിച്ച് ഞാൻ തിരിച്ച് അതെന്തൊരു കാണിച്ചത്, കൊച്ചു സീറ്റ് ഇരിക്കാൻ പോയപ്പോൾ പിടിച്ച് തള്ളിയതിന്. അത് ഭയങ്കര ബഹളമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചുങ്ങൾ ബഹളം വയ്ക്കാത്ത കൊച്ചുങ്ങളുണ്ടോ? ഇല്ലല്ല. പിന്നെ അത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്കൂളിൽ ഒന്ന് പരാതി പറയും. അങ്ങനെ ഞാൻ ഇന്നലെ ഓട്ടോ പിടിച്ച് മോളെയും കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, മാഡം ഇതേ കണക്കുള്ള സംഭവമാണ്, കൊച്ചു വണ്ടികൾ സീറ്റ് ഇരിക്കണം, സീറ്റ് ഇല്ലെങ്കിൽ ശരി കുഴപ്പമില്ല, വേറെ ഇരിക്കുന്ന സീറ്റ്, ആ സീറ്റിൽ കയറി ഇരിക്കാൻ പോയപ്പോൾ കൊച്ചിനെ വയറ്റി പിടിച്ച് തള്ളി ബാക്കി ഇരിയെന്ന് പറഞ്ഞു. ഇതിനു മുമ്പേ 2 മാസത്തേക്ക് മുമ്പേ എൻ്റെ മോള് വണ്ടി കയറി ആ സീറ്റ് ഇരിക്കാൻ പോയപ്പോൾ ആയ പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട ബാക്കി ഇരിക്കുന്നു. അത് മോള് പരാതി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു ബാക്കി ഇരുന്നാൽ അത് ഇവിടെ ബഹളം വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പേരെന്തിരും? ഞാൻ പറഞ്ഞു അഭിരാമി 3A-ലാണ്. അപ്പോൾ നിങ്ങളെ പേരാ? ഞാൻ എൻ്റെ പേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്തയും തള്ളയില്ലാത്തൊരു കൊച്ചാണ്, ഞാൻ ഇതിനു വേണ്ടിയാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വേറെ എന്തെങ്കിലും പറഞ്ഞാലും ബാക്കി ഇരുന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, വയറ്റി പിടിച്ച് തള്ളിയപ്പോൾ എനിക്കതൊരു വിഷമം തോന്നി, നേരിട്ട് കാണുകയും ചെയ്തു. അതുകൊണ്ടുള്ള എനിക്ക് പരാതിയുള്ളൂ എന്ന് പറഞ്ഞു. അത് നമ്മളെ ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പരിഹരിക്കാം നമ്മളിപ്പോൾ ഞാൻ പ്രിൻസിപ്പൾ പറഞ്ഞു പൊയ്ക്കോളൂ, ഞാൻ അത് സംസാരിച്ച് റെഡിയാക്കാൻ പറഞ്ഞു. ശരി മാഡം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇനി പോന്നു. ഒരു 12 മണിയായപ്പോൾ മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അത് ഒരു കുട്ടി ബഹളം വയ്ക്കണോണ്ടാണ് അത് അവിടെ ഇരുത്തി അനം നിർത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു അതിനെനിക്ക് കുഴപ്പമില്ല മാഡം, അത് കാര്യം പറഞ്ഞാൽ മതിയല്ലോ, പിടിച്ചു തള്ളേണ്ട കാര്യമില്ല, എനിക്ക് അതേ ഉള്ളൂ വിഷമമായി പറഞ്ഞു. ശരി എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അതിന് അത് പരാതി സ്കൂളിൽ ഒന്ന് പറയാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ ഇന്നലെ മോള് സ്കൂളിൽ വന്നപ്പം പറഞ്ഞു, അമ്മ മാമി പറഞ്ഞു നാളെ തൊട്ട് നീ ഇവിടെ വണ്ടി നിർത്തൂല, എല്ലാ കുട്ടികളെയും കയറ്റിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കയറ്റുള്ളൂ, നീ നിന്ന് വന്നാൽ മതിയെന്ന് എന്റെ മോളോടെ ആയ പറഞ്ഞു. അപ്പൊ എന്റെ മോളോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ എന്നും പോകണം, എനിക്ക് മക്കൾ ഒരുങ്ങുന്നില്ലേ, വണ്ടി നിർത്തണ നോക്കട്ടെ എന്ന് പറഞ്ഞു. നിർത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എന്റെ മോളെ ഞാൻ ഒരുക്കി ഇവിടെ നിർത്തിയപ്പോഴത്തേക്ക് വേറെ അപ്പൊ അപ്പുറത്തെ മറ്റേ കുട്ടികളും വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ മറ്റേ കുട്ടികൾ വന്നില്ലല്ലോ, അത് അവരുടെ പറഞ്ഞു നാളെ തൊട്ട് വണ്ടി സമയം വരുമ്പോ അവിടെ ഒന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതായത് തിരിച്ചു വരുമ്പോഴത്തേക്ക് തിരിച്ചെല്ലാരും കയറ്റിട്ടാണ് തിരിച്ചു വരണത്. അപ്പൊ കയറിയാൽ മതി. സാധാരണ ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പോഴെന്റെ മോള് ഇന്ന് ഒരുങ്ങി നിന്നപ്പോഴത്തേക്ക് വണ്ടി വന്നപ്പോ വണ്ടി നിർത്താതെ അങ്ങ് പോയി. അപ്പൊ എനിക്കതൊരു വിഷമം തോന്നി, കാരണം ഇന്നലെയുള്ള വാശിയാണല്ലോ തീർത്തത്.
അങ്ങനെ ഞാൻ മാഡത്തിനെ വിളിച്ചു. മാഡം പറഞ്ഞു സ്കൂളിലോട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആട്ടോ പിടിച്ച് മോളെയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ ചർച്ച നടക്കണം. അപ്പോഴാ ഡ്രൈവർ പറഞ്ഞു ഇവിടെ നിർത്തണ സ്റ്റോപ്പ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ 3 വർഷം വരെ ഇവിടെ നിർത്തുമെങ്കിൽ പിന്നെ ഇന്ന് എന്ത് നിർത്താത്തത്? അപ്പൊ എൻ്റെ ഉള്ള വാശിയാണല്ലോ തീർത്തത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇവിടെ നിർത്താക്കൂല, ഇവിടെ നിർത്തൂല. ഞാൻ പറഞ്ഞു ഇത്ര നാളെ നിർത്തിയതാ. അപ്പൊ ഡ്രൈവർ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മാഡം ചോദിച്ചു എത്ര കുട്ടികൾ അവിടെ നിന്ന് കയറുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 7 കുട്ടികൾ കയറും. അങ്ങനെയാണെങ്കിൽ സാർ ചോദിക്കണം 4 കുട്ടികൾ അവിടെ കൊണ്ട് അവരുടെ ചോദിക്കണം അവരുടെ അടുത്ത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിക്കണം. അപ്പൊ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് ആള് കയറ്റി കൊണ്ട് ചുമന്നോട് പോവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആളും കയറ്റി എനിക്ക് കൊണ്ട് കറങ്ങാൻ വയ്യത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ആളെടുക്കണ കടമ നിങ്ങൾക്ക്, കറങ്ങാനല്ല ഇവിടെ നിന്ന് ആളെടുത്തല്ലേ പോണം. ഇവിടെ ചെയ്തോണ്ട് അപ്പൊ ഇന്ന് മാത്രം എന്താ അപ്പൊ ഇന്നലെയുള്ള വാശിയാണ്. ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, നിങ്ങൾക്ക് അത്ര ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമില്ല, ഞാൻ എന്തെങ്കിലും പരിഹരിക്കാം, അല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച വരുമ്പോ എനിക്ക് സത്യം ടീച്ചിങ് തന്നാൽ. അല്ല ഇവിടെ നിന്ന് കേറ്റാണ്ട് തിരിച്ചു വന്നിട്ട് കേറ്റാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? അതിനെന്തൊരു ബുദ്ധിമുട്ട് വരണത്? ഒരു ബുദ്ധിമുട്ടോ ഇല്ലല്ലോ, നേരെ അങ്ങ് പോവേലത്. ഇവിടെ നിന്ന് കയറ്റി കൊണ്ട്. അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് കയറ്റുന്നില്ല, തിരിച്ചു വന്നതിന് ശേഷമാണ് കയറ്റുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും സീറ്റ് കിട്ടാതിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? സീറ്റ് കിട്ടൂല, അവിടെ നിന്ന് ഫുൾ നിറഞ്ഞല്ലേ വരണത്. അപ്പൊ നിന്നല്ലേ പോണത്. ഇവിടെ നിന്ന് കയറുമ്പോഴത്തേക്ക് സീറ്റ് ഒഴിഞ്ഞിടക്കണം. അപ്പൊ അതിൽ കയറാം. അപ്പൊ അതിനു മുമ്പേനുള്ള ഞാൻ വിളിച്ചുണർത്തി ആഹാരം കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി അതിനെ കഴിച്ചിട്ടാണ് പിന്നെ എന്റെ കച്ചവടത്തിന് നോക്കണത്. പിന്നെ ഞാൻ പിന്നെ കൊക്കാത്തോണ്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഫുൾ ആളാണ് വരണം. അപ്പൊ അതൊരു കൊച്ചാണ്, തിരുവനന്തപുരമല്ല. അപ്പൊ അതിന് പിടിച്ച് നിൽക്കാനുള്ള കഴിവും ബാഗും വെച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ഇവിടെ നിന്ന് കയറ്റിയത്. അപ്പൊ ആ വാശി ഇന്നലെ ഈ കാണിച്ച എന്റെ വാശിക്ക് ഇന്ന് എന്റെ മോളെടുത്ത്, അതും ആ മോളെടുത്ത് എന്നെ പറഞ്ഞത് പിന്നെ നാളെ വണ്ടി ഇവിടെ നിർത്തൂല, ആള് കയറ്റിട്ട് വന്നതിന് ശേഷേ നിന്നെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ വാശി തീർക്കാൻ വേണ്ടി ഞാൻ ഇന്ന് വണ്ടി നോക്കി നിന്നപ്പം വണ്ടി നിർത്താതെ അവർ പൊയ്ക്കളഞ്ഞു. ആലന്തറ സ്കൂൾ അധികൃതർ ഇത് വളരെ സീരിയസ് ആയി തന്നെ എടുക്കേണ്ട വിഷയമാണ്. ഒരു വിഷയത്തിന് 2 വശം ഉണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 2 വശവും നിങ്ങളെ അറിയിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആലന്തറ സ്കൂളിലെ പ്രിൻസിപ്പളുമായി ഞങ്ങൾ സംസാരിച്ചു. പ്രിൻസിപ്പൽ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ എടുക്കുന്നുമുണ്ട്. അതിന്റെ തുടർ നടപടികൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ PTA മീറ്റിംഗ് എല്ലാം കൂടിയതിനു ശേഷം തീരുമാനമെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുട്ടികളോട് കാണിക്കുന്ന അവഗണന അത് കുറ്റകരമാണ്. ആലന്തറ സ്കൂളിൽ ഈ അടുത്ത കാലത്ത് തന്നെ നടക്കുന്ന 2ാമത്തെ വിഷയമാണിത്. അധികാരികളെല്ലാം ഈ വിഷയം വളരെ ഗൗരവപൂർവമായി തന്നെ എടുക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ സുധീഷ് വെള്ളാഞ്ചിറയ്ക്കും സാരഥി അരുണിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.